അങ്ങനെ മൂവി മേക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ആ ഫ്രണ്ടിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ആ ബസ് വന്ന് നിർത്തിയില്ലേ അവിടെ. ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് വേണം പോകാനായിട്ട്. ഓർക്കണല്ലേ നീ ഇതൊന്നും? ഓർക്കുന്നു. എടാ, ആ വണ്ടി തന്നെ കാണാൻ, ആ ബസ് അല്ലേ, വിന്റേജ് ബസ് അല്ലേ, കാണാൻ തന്നെ എന്താ അഴകല്ലേ. അതെ, പഴയ മോഡൽ ഒരു വില്ലേജ്. ആ, നല്ല രസമുണ്ടല്ലേ ആ നല്ല രസം. ഫ്രണ്ടിലേക്കൊക്കെ. നമ്മൾ പഴയ തമിഴ്നാട് ബസ്സൊക്കെ ഉള്ളൂ. 78 ഒരുപാട് ബസ് ഓടുന്നുണ്ടാ. എല്ലാം ഓരോ ആൾക്കാരെ ഇങ്ങനെ പിക്ക് ചെയ്ത് ഓരോരോ ഡെസ്റ്റിനേഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഓരോ ബസ് ഉണ്ട്. ഇത് 78ാമത്തെ നമ്പർ ബസ് ആട്ടോ. ഇത് പുറകെ ഇങ്ങനെ ഓരോ ക്യൂ ആയിട്ട് നിൽക്കും, ഓരോരുത്തരെയും കയറ്റി ഓരോ സൈഡിലേക്ക് പോകാൻ വേണ്ടി. ഇതാ AC ബസ് ആണ്. നമ്മൾ നേരത്തെ ഒരു 2 പാക്കേജ് പറഞ്ഞില്ലേ, അതിലെ AC അതിലെ ഒരു AC ബസ്സാണ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത് നോക്കണല്ലോ, AC ബസ് അല്ലായിരുന്നു, നോൺ AC ആയിരുന്നു. നോൺ AC ആയിരുന്നു. കാരണം ഈ ചൂടത്ത് വന്ന് ഇറങ്ങി കയറി വരുമ്പോഴത്തേക്കും മനുഷ്യന്റെ അവസ്ഥ വളരെ പരിതാപകരമായി. നന്നായി നമ്മളല്ലേ ആ അതെ. സമയത്ത്. ഇത് ചൂടായിരുന്നല്ലേ അവിടെ. ഓ, അപ്പൊ ഒരു ക്യാപ്പോ അല്ലെങ്കിൽ കുടയൊക്കെ എടുക്കാനായിട്ട് ആരും വിട്ടുപോകരുത്. അതെ. ഇത് കാണാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ നടക്കാനുള്ളതുകൊണ്ട് ഒരു ചൂട്. വെയിലും പുറത്തേക്ക് പോകില്ല, എല്ലാം നമ്മുടെ മേത്ത് തന്നെ ഉണ്ടാവും. ഉം. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത സെറ്റിലേക്ക് യാത്രയാണ്. നമുക്ക് ഗൈഡ് ഒക്കെ ഉണ്ട്, പക്ഷേ ഗൈഡ് പറയുന്നത് നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് ഇടാതെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇടാം. അതെ, എന്തൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ ഓരോ സെറ്റിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ സെറ്റ് എന്തിനു വേണ്ടിയായിരുന്നു, ഏത് സിനിമയായിരുന്നു, മലയാളം സിനിമ, തമിഴ് സിനിമ, അങ്ങനെയുള്ള പല ഭാഷകളിലുള്ള സിനിമകളെ കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കേഷൻ നോക്കി. ഗിന്നസ് వేర్ల్డ్ రికార్డింగ్ గిన్నిస్ బుక్ రికార్డ్ కూడా వచ్చింది రామోజీ ఫిలిం సిటీకి. आप राइट साइड देखिए, ये मुगल गार्डन, बाहर से देखें तो दिल्ली मुगल गार्डन, अंदर से मैसूर वृंदावन गार्डन. दिल्ली और मैसूर एक ही जगह पे देख सकते हैं फिल्म सिटी में. हिंदी मूवीज सूर्यवंशी, जोधा अकबर मूवी देख सकते हैं. और तेलुगु मूवीज राजा, सुस्वागतम, पेल्ली संदడి, BS1 మూవీస్ లో కనిపిస్తుంది ఈ గార్డెన్స్ అంతా కూడా. അല്ല ചേട്ടാ, നമ്മൾ ഇത്രയും കണ്ടു, ഇത്രയും സ്ഥലങ്ങൾ കണ്ടില്ലേ, ഈ ഫിലിം സിറ്റിയുടെ ഉടമസ്ഥൻ ആരാ? എടാ, ഈ ഫിലിം സിറ്റിയുടെ ഉടമസ്ഥൻ രാമോജി റാവു ആണ്. അദ്ദേഹം ഒരു ഫിലിം പ്രൊഡ്യൂസറും ആയിരുന്നു, ഭയങ്കര ഒരു മീഡിയ മാഗ്നറ്റ്. ഈ 2024 ജൂൺ 8 ആയിരുന്നു അദ്ദേഹം മരിച്ചത്. പത്രത്തിലും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്. ഇദ്ദേഹം 1996 ഈ ഫിലിം സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഇതേപോലെ തന്നെ ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹോളിവുഡിനെ പോലെ തന്നെയുള്ള ഒരു ഫിലിം സിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇദ്ദേഹം ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. ഔദ്യോഗികമായി 1666 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് സിനിമകൾ വർഷം തോറും ഈ ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. അതെ. ഇനി നമ്മൾ ഓരോ ലൊക്കേഷനിലേക്കും പോകുക കേട്ടോ. ഇതിന് മുന്നിലായി നമുക്ക് ബാഹുബലിയുടെ സെറ്റ് കാണാം. അങ്ങനെ ഓരോരോ സിനിമ, മലയാളം സിനിമ, ഇംഗ്ലീഷ്, കന്നഡ, ഹിന്ദി, അങ്ങനെ പല ഭാഷകളിലുള്ള സിനിമകളല്ലേ ഇവിടെ ഷൂട്ട് ചെയ്യാം ഒരു സ്ഥലത്ത് തന്നെ. ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് ലൊക്കേഷൻ ഐറ്റം സെറ്റ് ആക്കിയും ചെയ്തു വെച്ചിരിക്കുന്നു. അതെ, നല്ല രസമുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥാനങ്ങൾ കാണുന്നുണ്ട്, സ്ഥലങ്ങൾ കാണുന്നുണ്ട്, ഇതേപോലെയുള്ള നിർമ്മിതികളും കാണുന്നുണ്ട് നല്ല ഭംഗിയായിട്ട്. എന്ത് രസമല്ലേ. ഇനി ഈ റൗണ്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോരോ സെറ്റിലേക്ക് കേട്ടോ. നമ്മൾ ഇതിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു ലേഡി. ആള് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിലും ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് പോകാം. ഇത് നോക്കിക്കേ, ഇതൊക്കെ സെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്.